ഇസ്രായേൽ അവരുടെ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് അതിന് പിന്നാലെ പോകുന്നതാണ് ഇസ്രായേലിൻ്റെയും മൊസാദിൻ്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട അവരുടെ രീതി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഹമാസ് അവർക്കെതിരെ വാളെടുത്തപ്പോൾ ഹമാസിനെ പൂർണ്ണമായി തീർക്കുക, അവരുടെ നേതാവായ ഹനിയെ ഈ ലോകത്തെവിടെയാണെങ്കിലും തങ്ങൾ പിന്തുടർന്ന് കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇറാനിലെത്തിയ ഹനിയെ കൊല്ലുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടി ഹിസ്ബുള്ളയുടെ നേതാവ് നസറുള്ളയെ തകർത്ത തരിപ്പണമാക്കി നശിപ്പിച്ച് കളയുകയായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ, അതായത് ഇറാൻ്റെ പ്രോക്സി സംഘടനകളായ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ തലവന്മാരെ തന്നെ തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ അവരുടെ ആ ഒരു പ്രതിജ്ഞ നിറവേറ്റിയത്. അടുത്ത ആളെയും ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. യമനിലുള്ള ഹൂത്തികളെ തങ്ങൾ പൂർണ്ണമായി തീർക്കും എന്നാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിലവർ പ്രധാനമായും നോട്ടമിടുന്ന ഒരു നേതാവുണ്ട്. അതായത് ഹിസ്ബുള്ളയ്ക്ക് നസറുള്ള എങ്ങനെയായിരുന്നു, ഹമാസിന് ഹനിയ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഹൂത്തികൾക്ക് പ്രിയപ്പെട്ട അവരുടെ നേതാവാണ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി. ഈ നേതാവിനെയാണ് ഇപ്പോൾ ഇസ്രായേൽ നോട്ടമിടുന്നത്. ഇതുകൂടാതെ തന്നെ 2-3 നേതാക്കൾ കൂടി ഈ ഹൂത്തി വിമതർക്കുണ്ട്. യഹിയ, അബ്ദുൽ കരീം എന്നിവരാണ് മറ്റ് നേതാക്കൾ. അതായത് ഈ അബ്ദുൽ മാലിക് അൽ ഹുത്തി കഴിഞ്ഞാൽ പിന്നെ ഉള്ള 2 നേതാക്കൾ ഇവരാണ്. ഈ ഷിയ വിഭാഗമാണ് ഈ ഹൂത്തികളെ പിന്തുണച്ച് എത്തുന്നത്. ഇവരുടെ ആദ്യത്തെ പേര്, ഈ സംഘടനയുടെ ആദ്യത്തെ പേര് അൻസാർ അല്ലാഹ് എന്നായിരുന്നു. അതായത് ദൈവത്തെ പിന്തുണയ്ക്കുന്നവർ എന്നാണ് ഈ സംഘടന ഹൂത്തികൾ. അതിനുശേഷമാണ് ഹൂത്തി എന്നുള്ള പേര് മാറ്റിയത്. ഇവരുടെ യഥാർത്ഥത്തിൽ ഇവരുടെ സംഘടനയുടെ പേര് അൻസാർ അല്ലാഹ് എന്നാണ്. അതായത് ദൈവത്തെ പിന്തുണയ്ക്കുന്ന പടയാളികൾ എന്നാണ് ഇവർ. 1992 ഇതിൻ്റെ പ്രാഥമിക രൂപീകരണം നടന്നതെങ്കിലും 94 അൻസാർ അല്ലാഹ് എന്ന സംഘടന പിന്നെ ഹൂത്തി എന്നുള്ള പേരിലേക്ക് മാറുന്നത്. അൻസാറുള്ള എന്ന പേരിൽ ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹൂദിയാണ് ഈ ഷിയകളുടെ സംഘടിപ്പിച്ചുകൊണ്ട് 94 ഈ ഹൂത്തി സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തത്, സംഘടന രൂപീകരിച്ച്. തുടർന്ന് അവർക്കൊരു യുവജന സംഘടന ഉണ്ടായിരുന്നു, ബിലീവ് യൂത്ത് എന്നായിരുന്നു അതിൻ്റെ സംഘടനയുടെ പേര്. 2004 ആയപ്പോഴേക്കും ഇവർ അക്രമത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുകയായിരുന്നു. കാരണം ഇവരെ പിന്തുണച്ച് ഇറാനുണ്ട്, ഇറാഖിലെ മിലീഷ്യകളുണ്ട്, അതുപോലെ ഹിസ്ബുള്ളയുണ്ട്, ഹമാസ് ഉണ്ട്. അങ്ങനെ വലിയൊരു വിഭാഗം ഇവർക്ക് സപ്പോർട്ടായിട്ട് രംഗത്ത് വന്നതോടുകൂടിയാണ് ഇവർ ആക്രമണത്തിലേക്ക് തിരിയുന്നതും സിറിയൻ ഭരണകൂടത്തെ മറിച്ചിട്ടുകൊണ്ട് കൂടുതൽ പ്രദേശങ്ങൾ കൈക്കലാക്കി ഭരണം തുടങ്ങിയതുമൊക്കെ. ഇവരുടെ അംഗസംഖ്യ ഏതു നിമിഷവും പോരാടാൻ തയ്യാറായിട്ടുള്ള 1 ലക്ഷം പേരാണ് ഇവരുടെ അംഗസംഖ്യ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 8 ലക്ഷം പേരായിരുന്നു ഹിസ്ബുള്ള അവകാശപ്പെട്ട അംഗസംഖ്യ. പക്ഷേ ഇപ്പോഴാരെയും കാണുന്നില്ല. ഏതായാലും ഇവർ പറയുന്നത് സദാസമയം പോരാടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന 1 ലക്ഷം പോരാളികൾ തങ്ങൾക്കുണ്ട് എന്നാണ്. ഏതായാലും ഇസ്രായേൽ നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു അബ്ദുൽ മാലിക് അൽ ഹൂത്തിയെ. ഒപ്പം തന്നെ ഈ 1 ലക്ഷം പേരുടെ ഗതി എന്താകുമോ എന്തോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.